ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ചെയ്യുന്നത്. 2 ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ വെറും 2 ചേരുവ കൊണ്ടാണ് ആദ്യത്തെ റെസിപ്പി നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അതുകൂടെ നമുക്ക് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നല്ല തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കുന്നത് വെറും 2 ചേരുവ കൊണ്ടാണ്. ബാക്കിയുള്ള അരി കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ 2 കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേറെ വെള്ളം ചേർക്കാത്തത്. അപ്പോൾ അതാ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 2 കപ്പ് പച്ചരി ചേർക്കുമ്പോൾ 1 കപ്പ് ചോറ് എന്നുള്ള അളവിലാണ് ചേർക്കേണ്ടത്. വെറും 2 ചേരുവ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യത്തെ മാവ് കുറച്ച് ലൂസാണ്. അതുകൊണ്ട് ആ മാവ് കൂടെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ അരച്ചെടുക്കുന്ന സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ അതായത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മട്ടരിയുടെ ചോറ് ചേർത്തതുകൊണ്ടാണ് കുറച്ചൊരു കളർ വ്യത്യാസം. വെളുത്തരിയുടെ ചോറ് ചേർത്താൽ നല്ല വെള്ള കളറിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ അപ്പം ആയാലും ദോശ ആയാലും എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോഴാണ് നല്ല ഇത് വരിക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ചേരുവെന്ന് പറഞ്ഞത്, നമ്മളിതിലേക്ക് അപ്പസോഡയോ പിന്നെ എന്താ പറയുക ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിത് രാവിലെ ഉണ്ടാക്കിയ ദോശമാവാണ്. ദോശമാവിൽ നിന്ന് 2 കയ്യിൽ ദോശമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലെ നന്നായിട്ട് മിക്സാക്കുക. നമ്മൾ ദോശയാണെങ്കിലും അതുപോലെ തന്നെ അപ്പമാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കണം. അരച്ചെടുത്ത് മിക്സിയിൽ അരച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അരച്ചാൽ നമ്മളിതുപോലെ കയ്യിലുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പൊക്കി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നന്നായിട്ട് ബബിൾസ് ഇങ്ങനെ വരും. ആ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം നല്ല സോഫ്റ്റായും കിട്ടും. അപ്പം ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാവ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് ആ ബബിൾസ് വരിക കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ റെഡിയാക്കി നോക്കിക്കോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അടിപൊളി അപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. ഈ ബബിൾസ് ഇങ്ങനെ വരുന്നത് അത് പൊട്ടിച്ച് കളയരുത്. എന്നിട്ട് ഇത് നമുക്കിത് അടച്ചു വയ്ക്കാം. ഏകദേശം എനിക്കൊരു 10 മണിക്കൂറാണ് ഇത് റെഡിയാക്കാൻ വേണ്ടി എടുത്തത്. ഇപ്പോൾ നമ്മൾ തലേദിവസം വൈകുന്നേരമൊക്കെ അരച്ച് വെച്ചാൽ 5 മണിക്കൊക്കെ അരച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെയാണ് എനിക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ അപ്പസോഡ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തലേദിവസം അരച്ച് പുളിച്ചെടുത്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക ദോശമാവാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് നേരമായിട്ട് കുത്തിയിളക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം നല്ലെണ്ണയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള അത് വലിപ്പത്തിൽ നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം. 1.5 കൈയിലോളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ കുട്ടി അപ്പമായിട്ട് ചുട്ടെടുക്കാം. നിങ്ങൾക്കിത് ഇഡ്ഡലി പോലെ വേണമെങ്കിൽ ചുട്ടെടുക്കാം, ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ ദോശയായിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വെള്ളയപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് നമ്മൾ വെള്ളയപ്പം ചുടുന്ന പോലെയും ചുട്ടെടുക്കാം. അപ്പം ഞാൻ 2 രീതിയിലും കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് കുറച്ച് ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ ഒക്കെ ബാക്കിയായി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. ഒരു കയ്യിലോ 1.5 കയ്യിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ അത് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ പിറ്റത്തെ മാവിന് നമ്മൾ ദോശയോ അല്ലെങ്കിൽ അപ്പമോ അരയ്ക്കുമ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈസ്റ്റോ അപ്പസോഡയോ അങ്ങനത്തെ ഒരു സാധനവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ദോശമാവ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അടുത്ത ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ 3-4 റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു അപ്പമാണ്. നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാൻ അപ്പച്ചട്ടിയിൽ ഞാൻ റെഡിയാക്കുന്നത് കാണിച്ചു തരാം.
നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് മുതൽ അവസാനം ഉണ്ടാക്കുന്നത് വരെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. ആവശ്യത്തിലുള്ള മാവ് ഒഴിക്കുക. നിങ്ങൾ എടുക്കുന്ന ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ആവശ്യത്തിലുള്ള മാവ് ഒഴിക്കുക. ഇതുപോലെ ഹോൾസൊക്കെ വരുമ്പോൾ ഒന്ന് അടച്ചു കൊടുക്കുക. മറ്റേ നമ്മൾ ദോശ ഉണ്ടാക്കിയതും അങ്ങനെ തന്നെയാണ്. ഹോൾസൊക്കെ ഒന്ന് വരുമ്പോൾ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഈ അപ്പവും ദോശയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം ആണെങ്കിലും ദോശയാണെങ്കിലും റെഡിയായി കിട്ടില്ല. കുറച്ചൊരു മീഡിയം ഫ്ലെയിം, മീഡിയത്തിൽ നിന്ന് ഒരല്പം ലോയിൻ്റെയും ഇടയിൽ അങ്ങനെ വെച്ചിട്ടാണ് റെഡിയാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പവും ദോശയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിവിടെ രണ്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അപ്പമാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇവിടെ റെഡിയായി വന്നിട്ടുള്ളത്. കണ്ടോ, കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത് നല്ല ഹോളൊക്കെ വന്നിട്ടുള്ള അടിപൊളി അപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ റെഡിയാക്കി നോക്കിയിട്ടില്ല, തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇപ്പം ഞാൻ ദോശയായിട്ട് ചുട്ടിട്ടുള്ളതാണ്, അതും ഞാൻ കാണിച്ചു തരാം. നല്ല സ്പോഞ്ച് പോലത്തെ അപ്പമാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല കണ്ടോ ഉള്ളിൽ ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ്. ഇത് ഞാനിതൊന്ന് കട്ടാക്കിയിട്ടും കാണിച്ചു തരാം. നല്ല സിമ്പിളായിട്ടുള്ള അപ്പമാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇറച്ചിക്കറിയോ മീൻ കറിയോ മുട്ടക്കറിയോ അല്ലെങ്കിൽ ചട്നിയോ എന്തായാലും മതി. എന്തിൻ്റെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതിലേക്ക് ഇന്ന ഒരു കറി വേണമെന്നില്ല. ഏതൊരു കറിയുടെ ഒപ്പം വെജിറ്റബിൾ കറി, വെജിറ്റബിൾ കുറുമ, അങ്ങനെ പോലെ എഗ്ഗ് കുറുമ, അങ്ങനെ എന്തിൻ്റെ ഒപ്പം ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ഇനി അടുത്ത റെസിപ്പി നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ അപ്പവും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കഴിക്കാൻ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വ്യത്യസ്തമായ ആകൃതിയിൽ നമ്മൾ തയ്യാറാക്കി എടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1/2 കപ്പ് ജീരകശാല റൈസാണ്. നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കൂലേ, ആ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ 1/2 കപ്പ് നമ്മൾ പച്ചരിയോ അല്ലെങ്കിൽ ജീരകശാല ബിരിയാണി വയ്ക്കുന്ന അരിയോ എടുക്കുമ്പോൾ 1 കപ്പ് ഞാൻ എന്താ പറയുക ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പരിപ്പ്, ചെറുപയർ പരിപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ നോക്കാനുള്ളത്. നന്നായി കഴുകിയെടുക്കുക. ഒരു 5-6 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളവും നമ്മൾ അളന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു 250 ml കപ്പിൽ 3 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ വെള്ളവും ആണ് ഇതിലേക്ക് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിരൽ കുത്തി നോക്കൂലേ, വിരൽ കുത്തി നോക്കുന്ന സമയത്ത് ആ വിരലിൻ്റെ ഒരു പകുതിയിൽ കുറച്ച് ഒരു ഭാഗം, ഞാനിത് വിരൽ കുത്തി കാണിച്ചു തരാം, ഭാഗം ആണെങ്കിലും കറക്റ്റ് ഭാഗമായിരിക്കും കേട്ടോ. എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ തേങ്ങാച്ചോറും ഒക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ വിരൽ കുത്തിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് കേട്ടോ ഈ ഒരു പരുവത്തിലാണ്, അതിലൊരല്പം കുറഞ്ഞ് നിൽക്കും. ആ രീതിയിലാണ് വെള്ളവും വേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഒരല്പം വെള്ളം കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒരുപാട് ലൂസായും പോരുത്, ഒരുപാട് കട്ടിയായാലും അടിയിൽ പിടിക്കുകയും ചെയ്യും. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെയാണ് കുക്കറിൽ ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വേണം നമ്മൾ ചെറുപയർ പരിപ്പ് എടുക്കാനായിട്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം, നമുക്ക് ഡിന്നറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഒരു 3 ഉണ്ട ശർക്കരയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ശർക്കര ഒന്നും ചേർക്കാതെയും ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും അരിയും ചെറുപയർ പരിപ്പും വെന്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ട് അല്ലെങ്കിൽ ഒരല്പം ഉപ്പും നെയ്യും ചേർത്തിട്ട് വെറുതെ അങ്ങനെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മധുരത്തിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെയും തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ചെറുകിയെടുത്തിട്ട്, ഇളയ തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല പാലൊക്കെയുള്ള തേങ്ങയായിരിക്കും. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ താളിച്ചൊന്നും ചേർക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇത് രണ്ടും ചേർത്തിട്ട് ഒരല്പം നെയ്യ് ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്താക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് കറക്റ്റ് പാകമായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്.
2 വിസിൽ എനിക്ക് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെയും ചെറുപയറിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് എനിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ വേവ് ടൈമും എടുക്കുക കേട്ടോ. വിസിലൊക്കെ വേണ്ടി വരിക. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ഏലക്കായ ചതക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്തോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും സാധാരണഗതിയിൽ ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി വേണമെങ്കിൽ നട്ട്സൊക്കെ വേണമെങ്കിൽ വെറുതെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ 250 ml കപ്പിൽ 1 കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി തിളക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തു. ഇതിലേക്ക് സാധാരണഗതിയിൽ ജീരകമൊന്നും ചേർക്കാറില്ല. അപ്പം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഏലക്ക മാത്രം ചേർത്ത് കൊടുത്തത്. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ഐറ്റം അല്ല, കുറച്ച് ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അതേ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ 2 റെസിപ്പിയിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതലായി ഇഷ്ടമായത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.